മാന്യരെ, അനൽപമായ ആഹ്ലാദത്തോടും അതിലേറെ ആശ്വാസത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇതേ വികാരം നിങ്ങൾക്കും ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലായിട്ട് എനിക്ക് മനസ്സിന് ഒരു ഗ്ലാനി ഉണ്ടായിരുന്നു. കാര്യം കളിക്കുകയും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. നിങ്ങൾ വിചാരിക്കും എൻ്റെ ഏതെങ്കിലും പഴയ കാമുകി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയോ ചെയ്തു. സത്യത്തിൽ അങ്ങനെയല്ല. അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ പെട്ടുകയാണ്. കഴിഞ്ഞ ആഴ്ച ഏത് ദിവസം ഞാൻ ഓർക്കണില്ല, ചില മാധ്യമങ്ങളിലൊരു വാർത്ത കണ്ടു. മലയാളികളായ മുതലാളിമാരിൽ ഒന്നാം സ്ഥാനം ജോയി ആലുക്കാസ് കരസ്ഥമാക്കിയെന്നും നമുക്ക് ഏവർക്ക് പ്രിയങ്കരനായ നമ്മുടെ അലി മുതലാളി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നും വളരെ ചെറിയ ചില മാധ്യമങ്ങളിൽ മാത്രമേ വന്നുള്ളൂ. എന്നാൽ പോലും ആ വാർത്ത എന്നെ വളരെയധികം ഖിന്നനാക്കി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ മുതലാളി എന്ന് പറഞ്ഞാൽ അത് അലി മുതലാളിയാണ്. മുതലാളിയേക്കാൾ കാശ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ രവിപ്പിള്ളയ്ക്ക് കണ്ടവാനം സ്വത്തുണ്ടാവും, അല്ലെങ്കിൽ ചെന്താമരാക്ഷമേനോന് ഉണ്ടാവും, സണ്ണി വർക്കിക്കുണ്ടാവും. ഇനിയിപ്പോൾ ഈ വാർത്തകളിൽ കണ്ട പോലെ ജോയി ആലുക്കാസിനുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാകാം. കല്യാണരാമനോ പട്ടാഭിരാമനോ വേറെ ഏതെങ്കിലും രാമനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മുതലിനേക്കാൾ സ്വത്തിനേക്കാൾ അധികം ഈ മനസ്സിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് അലി മുതലാളിക്കാണുള്ളത്. സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആരെങ്കിലും വായ്പയിൽ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയാകാൻ പോകുന്നു എന്ന് കേട്ടാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മുതലാളി ആരെങ്കിലും സഹായിച്ചായിട്ട് നമുക്കറിയില്ല. കാരണം മുതലാളിമാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഈ പറഞ്ഞ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നമ്മുടെ മുതലാളി അങ്ങനെയല്ല. ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ ഐസ് ഫ്രൂട്ട് പോലെ അലിഞ്ഞു. അപ്പോൾ തന്നെ ആളെ വിട്ടിട്ട് ഈ വായ്പ തിരിച്ചടയ്ക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് സൈക്കിളില്ല എന്ന് കേട്ടാൽ ആ വാർത്ത പത്രത്തിൽ വന്നാൽ ഉടനെ മുതലാളിയുടെ ദൂതൻ അവിടെ ചെന്ന് ആ കുട്ടിക്ക് സൈക്കിൾ പിടിച്ചു. അതാണ് മുതലാളി. അങ്ങനെ ഹൃദയാലുവായൊരു മുതലാളി, വേദനിക്കുന്ന ഒരു കോടീശ്വരൻ ഈ മലയാളക്കരയിൽ വേറൊരാളില്ല. അപ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിനോ മുതലിനോ എന്തെങ്കിലും കുറവ് സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പോലും നൈമിഷികമായിട്ടാണെങ്കിൽ പോലും ഏറ്റവും വലിയ ആ കോടീശ്വരൻ എന്ന പദവി അല്ലെങ്കിൽ ആ സ്ഥാനം അല്ലെങ്കിൽ ആ ബഹുമതി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ മ്ലാനമായി. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പുള്ളിയെ കളിയാക്കാൻ പരിഹസിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ പോലും എനിക്ക് അദ്ദേഹത്തോട് അത്യധികമായ ആദരവ്, ബഹുമാനം അതേ സമയത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഹൃദയം മ്ലാനമായി. അപ്പോൾ തന്നെ ഞാൻ വേറെ വിധത്തിൽ വിചാരിച്ചു, ഇനിയിപ്പോൾ ജോയി ആലുക്കാസിന് കൂടുതൽ സ്വത്തുണ്ട്, അങ്ങനെ സംഭവിക്കാമല്ലോ. പക്ഷേ നമ്മുടെ മനസ്സത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ആ വിഷമം മാറിയത് ഇന്നലെ ഈ മനോരമ പത്രത്തിൽ വാർത്ത കണ്ടപ്പോഴാണ്. ആ വാർത്ത കണ്ട് ഞാൻ കോരിത്തരിച്ചു പോയി. ആ വാർത്ത നിങ്ങൾ കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കും. അതിൻ്റെ പുറകെ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ മലയാളികളായ മുതലാളിമാരിൽ ഏറ്റവും വലിയ മുതലാളി, ഏറ്റവും അധികം സ്വത്തും മുതലും ഉള്ളത് നമ്മുടെ മുതലാളിക്കാണ്. $5.1 ബില്യൺ അദ്ദേഹത്തിൻ്റെ ആസ്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി മുകേഷ് അംബാനിയാണ്, അതുകൊണ്ട് ഗൗതം അദാനിയല്ല. അദാനി അടിയിൽ പോയി. ആ മുകേഷ് അംബാനി നിലനിർത്തി അദ്ദേഹത്തിന് 51 ബില്യണോ മറ്റുമാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി ഇലോൺ മസ്കാണ്. ഇലോൺ മസ്കിൻ്റെ സ്വത്ത് എത്രയാണ്, മുതലെത്രയാണ്, എത്ര കോടിയാണ് അല്ലെങ്കിൽ എത്ര ബില്യണാണ് എന്നുള്ളതിന് മനോരമക്കാർക്ക് പോലും അറിയില്ല. മനോരമക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തി കഴിയുമ്പോൾ അവർ നമ്മളെ അറിയിക്കും. മനോരമയുടെ മുതലാളിമാർ തന്നെ തീരെ മോശക്കാരൊന്നുമില്ല. അവർക്ക് ഒരുപാട് സ്വത്ത് വകകളൊക്കെ ഉണ്ട്. ചിലരൊക്കെ പറയുന്നത് സ്വിസ് ബാങ്കിൽ വരേണ്ടതാണ്. എന്തും ആട്ടെ, അത് മുതലാളിമാരാകുമ്പോൾ കുറച്ച് സ്വിസ് ബാങ്കിലുണ്ടാവും, കുറച്ച് കോപ്പറേറ്റീവ് ബാങ്കിലുണ്ടാവും, കുറച്ച് ഫെഡറൽ ബാങ്കിലും കുറച്ച് കാത്തലിശ്രീം ബാങ്കിലും ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഓർത്ത് ഈ നമ്മുടെ മുതലാളിക്ക് ഫെഡറൽ ബാങ്കിലും ധനലക്ഷ്മി ബാങ്കിലും കാത്തലിശ്രീം ബാങ്കിലും അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഓഹരി മാത്രമല്ല, അതിൽ വലിയ ഗണ്യമായ തോതിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. ചില ബാങ്കുകളിലൊക്കെ ഡയറക്ടറും കൂടിയാണ് പുള്ളി. അപ്പോൾ തൊഴിലില്ലാത്ത ആരെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ലുലു മാളിൽ മാത്രമല്ല, അബുദാബിയിലുള്ള ഷോപ്പിൽ മാത്രമല്ല, അത്യാവശ്യം ഏതെങ്കിലും ബാങ്കിലേക്കും കൂടി റെക്കമെൻഡേഷൻ തരാൻ കെൽപ്പുള്ള ആളാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. അത് അവിടെ നിൽക്കട്ടെ, മുതലാളി മാത്രമേ. മുതലാളിമാരെ എത്രയോ ഉണ്ടെങ്കിലും നമുക്ക് മുതലാളി എന്ന് പറയാനായിട്ട് ആകെ ഈ മുതലാളി മാത്രം. അങ്ങനെ മുതലാളി ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി എന്ന വാർത്ത സത്യത്തിൽ എനിക്ക് ഭയങ്കര ആശ്വാസം, അതിലേറെ ആഹ്ലാദവും അഭിമാനവും തോന്നിച്ചു.
അത് മുതലാളിയുടെ ഈ വമ്പിച്ച നേട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം എക്കാലവും ഈ മുതലാളിമാരുടെ ഉത്തുംഗ ശൃംഗത്തിൽ ആർക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ ഒരു എവറസ്റ്റ് കൊടുമുടിയായിട്ട് അദ്ദേഹം തുടരട്ടെ. അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ സ്തുതികായർക്കും എല്ലാവർക്കും സന്തോഷം തുടരട്ടെ. അദ്ദേഹത്താൽ പരസ്യം കിട്ടുന്ന പത്രക്കാർക്കും TV ചാനലുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഓണത്തിനും വിഷുവിനും സംക്രാന്തിക്കുമൊക്കെ വലിയ വലിയ പെട്ടികൾ കിട്ടുന്ന മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഹലോക വിജയത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. മേൽക്കുമേൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതിയും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയും വർദ്ധിക്കട്ടെ എന്ന് ജഗന്നിയന്താവായ ഈശ്വരനോട് പ്രാർത്ഥിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.